എൽ കെ അദ്വാനിയുടെ രഥയാത്ര സമസ്തിപൂരിൽ ലാലു പ്രസാദ് യാദവാണ് തടഞ്ഞത്. ഇവിടെ ഇപ്പോ നിതീഷിന്റെ രഥത്തിൽ BJP-യുടെ യാത്ര, അത് RJD-യുടെ എല്ലാ കോട്ടകളും കോട്ടകൊത്തളങ്ങളും തകർത്തുകൊണ്ടാണെന്ന് പറയാം. ഭൂതപൂർവമായ മുന്നേറ്റം എന്ന് പറയാം. BJP JDU LJP കമ്പൈനെ സംബന്ധിച്ച് സ്വപ്ന സമാനമായ മുന്നേറ്റമാണെങ്കിൽ മറുവശത്ത് ഒരു ദുസ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത അത്രയും വലിയ ആഘാതം. 61 സീറ്റിൽ മത്സരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെറും 5 സീറ്റിലാണ് ലീഡ് ചെയ്യുന്നതെന്ന് ഓർക്കണം. 20 സീറ്റിൽ മത്സരിച്ച CPI-ML അതിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. 6 സീറ്റിൽ ഇപ്പോഴും CPI-ML മുന്നിലാണ്. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും CPI-യും CPI-എമ്മും ഓരോ സീറ്റുകളിൽ വീതം ലീഡ് ചെയ്യുന്നു. അങ്ങനെ 8 സീറ്റുകൾ ലെഫ്റ്റിന്, 5 സീറ്റ് കോൺഗ്രസിന് എന്നുള്ളതാണ് മഹാഗഡ്ബന്ധന്റെ അവസ്ഥ. മഹാഗഡ്ബന്ധൻ ഒരു മഹാനാണക്കേടിലേക്ക് പതിക്കുന്ന കാഴ്ചയാണ് ബീഹാറിൽ നിന്ന് കാണുന്നത്. രാഹുൽ ഗാന്ധി അത്യധ്വാനം നടത്തിയിരുന്നു ബീഹാറിൽ. രാഹുൽ ഗാന്ധി വോട്ടറധികാർ യാത്ര നടത്തി ഇളക്കി മറിച്ചിരുന്നു ബീഹാറിനെ. പക്ഷേ യാതൊരു തരത്തിലുള്ള ഫലവും ഉണ്ടായിട്ടില്ല. സ്വന്തം കോട്ടകൾ പോലും കൈവിടുന്ന അവസ്ഥയിലേക്ക് RJD, രാഷ്ട്രീയമായ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നൽകുന്ന സൂചന എന്താണ് എന്നുള്ളതാണ് ബീഹാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രസക്തമായ ചോദ്യം.